അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സൂറത്ത് തക്വീറിലെ 23-ാം ആയത്ത് മുതൽ ബാക്കിയുള്ള ഭാഗമാണ്. നേരെ വീഡിയോയിലേക്ക് പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലക്കത് റആഹു ബിൽഉഫുകിൽ മുബീൻ. വലക്കത് റആഹു, നിശ്ചയം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ബിൽ ഉഫുക്കി, ചക്രവാളത്തിൽ വെച്ച്, മുബീൻ, വ്യക്തമായ ചക്രവാളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. നബി കണ്ടിട്ടുണ്ട്. ആരെ? ഇതിൻ്റെ ഈ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞിരുന്നു, ഇത് അതായത് പരിശുദ്ധ ഖുർആന് ആദരണീയനും ശക്തനുമായ അള്ളാഹുവിൻ്റെ അള്ളാഹു എന്ന അർശിൻ്റെ നാഥൻ്റെ അടുത്ത് നിന്ന് അനുസരണയുള്ള ദൂതനായ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുക്കുന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പറയുന്നു. അങ്ങനെയുള്ള വിശ്വസ്തനായ ജിബ്രീലാണ് എത്തിച്ചു കൊടുത്തത്. മാത്രമല്ല, മുഹമ്മദ് നബിക്ക് ഭ്രാന്തൊന്നുമല്ല. അതുപോലെ തന്നെ പറയുന്നു, അദ്ദേഹം, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞ ജിബ്രീൽ അലൈഹി സ്വലാമിനെ ചക്രവാളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. വമാ ഹുവ, അദ്ദേഹമാകട്ടെ, അലൽ ഗൈബി, അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച്, ബിളനീൻ, സംശയിക്കപ്പെടുന്ന ആളുമല്ല. വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, അദ്ദേഹമാകട്ടെ അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച് സംശയിക്കപ്പെടുന്ന ആളുമല്ല. വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം. വമാ ഹുവ, അതല്ല, ബിഖൗലി ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൻ്റെ വാക്കുമല്ല. വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം, അത്, അതായത് പരിശുദ്ധ ഖുർആൻ ശപിക്കപ്പെട്ട പിശാചിൻ്റെ വാക്കുമല്ല. ഫഅൈന തദ്ഹബൂൻ, എന്നിരിക്കെ, ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇൻ ഹുവ, നിശ്ചയമായും ഈ ഖുർആന്, ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ലോക ജനതയ്ക്കുള്ള ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, അതായത് ലിമൻ ശാഅ മിൻകും, നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവർക്ക്, അൻ യസ്തഖീം, നേരെയായി നിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഉത്ബോധനമല്ലാതെ ഈ പരിശുദ്ധ ഖുർആൻ മറ്റൊന്നുമല്ല. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, അതായത് നിങ്ങളിൽ നിന്ന് നേരായി നിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല, ഇല്ലാ അൻ യശാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ, റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകനാഥനായ അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ലതാനും. വിശ്വസ്തനും ശക്തനുമായ ജിബ്രീലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അർശിൻ്റെ നാഥനായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഈ പരിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകട്ടെ നിങ്ങളുടെ കൂട്ടുകാരനാണ്, വിശ്വസ്തനാണ്. നബിക്കൊരു ഭ്രാന്തും ഇല്ലാന്ന് നിങ്ങൾക്കറിയാം. ഖുർആൻ ആകട്ടെ പിശാചിൻ്റെ വാക്കുമല്ല. പിശാചി മനുഷ്യനെ തെറ്റിലേക്കാണല്ലോ നയിക്കുന്നത്. തെറ്റുകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനാണ് ഖുർആൻ ശ്രമിക്കുന്നത്. സൽപാന്താവിലൂടെ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോക ജനതയ്ക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാണ് ഖുർആൻ.
സത്യത്തോട് വെറുപ്പും വിദ്വേഷവും പുലർത്തുന്നവർക്ക് ഖുർആൻ ഉപകാരപ്പെടുകയില്ല. ആത്യന്തികമായി അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ആരും സന്മാർഗം പുണർന്ന് ജീവിക്കുകയുമില്ല എന്നാണ് ഈ വചനങ്ങൾ നമ്മളോട് പറയുന്നത്. നമ്മൾ എത്ര നേരെയാകാൻ ശ്രമിച്ചാലും നേരെയാവില്ല, അള്ളാഹു കൂടി ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരുത്തൻ നേരെയാകണമെന്ന് ലോകര് മുഴുവൻ വിചാരിച്ചിട്ടും കാര്യമില്ല, ഓൻ നേരെയാവില്ല. അതേസമയം അള്ളാഹു നേരെയാകണമെന്ന് ഉദ്ദേശിച്ച ഒരു മനുഷ്യൻ, അയാൾ മോശമാകണമെന്ന് ലോകരെല്ലാവരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അയാൾ നന്നാകും. ഈ വചനങ്ങൾ ഇതാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്, എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.